ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്, ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് ഇതിലേക്കൊരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇനി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ വറക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ വറുക്കുമ്പോൾ കുറച്ച് ബട്ടർ ഇട്ട് വറുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ വറുക്കുമ്പോഴാണെങ്കിലും ഓവർ കുക്കാവേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഇപ്പം വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ആ വറുത്ത് മാറ്റിയ എണ്ണ, ബാക്കിയുള്ള എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് മെൽറ്റായിട്ട് വന്നോട്ടെ. അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്കൊരു 20 കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 3 സവാള ഇട്ട് കൊടുക്കാം. അപ്പം മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പം നന്നായിട്ട് വഴന്നൊന്നും വരണ്ട, നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പം ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കാം. മീഡിയം സൈസുള്ള 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതിന് പകരം ടൊമാറ്റോയുടെ പ്യൂരി ഒഴിച്ചു കൊടുത്താലും മതി. നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇതിപ്പോൾ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് തണുക്കാൻ മാറ്റി വയ്ക്കണം. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തണുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി
ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കനൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം. അതുപോലെ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്രീം ഇല്ലെങ്കിൽ കുറച്ച് പാൽപ്പാടി ഇട്ട് കൊടുത്താൽ മതി. ഇനി 1 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. അത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഇട്ട് കൊടുത്തതാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അവസാനം 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം പഞ്ചസാര ഇടുന്നത് ഒഴിവാക്കരുത്. പഞ്ചസാര ഇട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ആ ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റ് കറക്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.